ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൂൺ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ കൂണൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇടുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1-2 ഉണക്കമുളക് ഇടാം. ഉണക്കമുളക്, പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി നീളത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് കേട്ടോ, വട്ടത്തിലല്ല. പിന്നെ 1-2 പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായത് ചേർക്കാം കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇതിങ്ങനെ കളറ് മാറി വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവരുത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. ഞാനിതിലേക്ക് 200 ഗ്രാം മഷ്റൂം ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ്, അങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടില്ല കേട്ടോ, നീളത്തിൽ സ്ലൈസ് ചെയ്ത മഷ്റൂം ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഈ മഷ്റൂം ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് മഷ്റൂമിന് ആ കളർ കേട്ടോ, മഞ്ഞളിൻ്റെ ഒരു കളറുണ്ട്. മഷ്റൂം ക്ലീൻ ചെയ്യണതൊക്കെ ഞാൻ വേറെ റെസിപ്പീസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുള്ളവർക്ക് അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ചും കൂടി ഒരു നുള്ളും കൂടിയും ചേർക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിക്കുക. കാരണം ഇത് ലോ ഫ്ലെയിമിലാവുമ്പോൾ അതിലേക്ക് വല്ലാതെ വെള്ളം വന്നിട്ട് ആ വെള്ളം വറ്റി വരാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ മഷ്റൂമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം ആ മഷ്റൂമിലത്തെ. അപ്പോൾ കുരുമുളക് പൊടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് നാളികേരം ചേർക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കാം. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. നാളികേരം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിടാം. അതുപോലെ തന്നെ ഒരു ലേശം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള കൂൺ തോരൻ റെഡിയായി. ഇതുപോലെ ഒന്ന് കൂൺ തോരൻ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഞാൻ കൂണിൻ്റെ ഒരുപാട് വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂൺ തോരൻ തന്നെ വേറൊരു ടേസ്റ്റിൽ, ഇറച്ചിക്കറിയുടെ ഒക്കെ ടേസ്റ്റിൽ കൂൺ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്നും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക്